ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വ്ളോഗായിട്ട് ഇടണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ പെരുന്നാളിൻ്റെ അവധിക്ക് സലാല പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൈ റോഡാണ് പോയത്. ഖത്തറിൽ നിന്ന് സലാല ബൈ റോഡാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ഫാമിലീസാണ് പോയത്. 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മോനായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്ര ലോങ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനിപ്പം നമ്മുടെ ഫുഡൊന്നും അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ല. കുറുക്കൊക്കെയാണ് ആൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ ഹെൽത്ത് മിക്സ് പൗഡറും കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റൂമുകളെല്ലാം കിച്ചണൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂംസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ അവൻ്റെ കുറുക്കിനുള്ള പൊടിയും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം അങ്ങനെയുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് റസ്ക്കാണ് കേട്ടോ, ഹെയിൻസിൻ്റെ റസ്ക്കാണ്. 6+ മന്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റസ്ക്കാണ്. ഞാനിത് അതിനൊട്ടിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാനപ്പം ബനാനയും ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഫീഡിങ് ബോട്ടിലെ ഫ്ലാസ്ക്, കുറുക്ക് ഉണ്ടാക്കാനുള്ള പൊടികൾ, പിന്നെന്താ ക്ലീൻ ചെയ്യാനായിട്ടൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുക്കുന്നുണ്ട്. പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പാത്രവും അതുപോലെ തന്നെ കുക്കറും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അവൾക്കും കുഞ്ഞു മോളുണ്ട്. അപ്പോൾ 2 പേർക്കും കൂടെയും ഒരെണ്ണം മതിയാവും. പിന്നെ ഇത് വന്നിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ മിക്സാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് മിക്സാണ്. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മിക്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ദിവസം ട്രാവലിംഗ് ആയിരിക്കും. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കിച്ചണുള്ള റൂമിൽ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് 3 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും അങ്ങനെ പലപ്പോഴായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുപ്പിന് ഒരു 3 മണിക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം വന്നപ്പോൾ ഒരു 4-4:30 ആയി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ടീ ടൈമിൽ നിന്ന് സാൻഡ്വിച്ച് മേടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇൻ ബിറ്റ്വീൻ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടീ ടൈമിൽ നിന്ന് സാൻഡ്വിച്ച് മേടിച്ചിട്ട് ആയിട്ട് പോയത്. അപ്പോൾ എല്ലാം മേടിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു 4 മണി 4 വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഖത്തർ ബോർഡർ എത്തിയപ്പോൾ ഒരു 4:30-4:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏർലി ആണല്ലോ സൺറൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഖത്തർ ബോർഡറാണ് ഇത് കാണുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മൾ ഒരു 2-3 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഔട്ട്സൈഡ് കൺട്രി പോകാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഖത്തറിൻ്റെ ഇമിഗ്രേഷനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കൗണ്ടർ ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിലാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ നമ്മുടെ പാസ്പോർട്ടും ID ചെക്ക് ചെയ്യും. അവരത് വെരിഫൈ ചെയ്തിട്ട് നമുക്കതിൽ എക്സിറ്റ് അടിച്ചിട്ട് തരും. അത് ആളുകളെയൊക്കെ നോക്കിയിട്ടാണ് അവർ എക്സിറ്റ് അടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഖത്തറിൽ നിന്ന് എക്സിറ്റായി. ഇതിപ്പോൾ സൗദിയുടെ ബോർഡറാണ് കേട്ടോ, സൗദിയുടെ ഇമിഗ്രേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് വണ്ടികൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിക്ക് നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പക്ഷേ കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. നമുക്കവിടെ നിന്ന് തിരക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ. പിന്നെ കസ്റ്റംസിൽ മാത്രമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ ഇരുന്ന് നമ്മുടെ പരിപാടികളെല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അതാ നമ്മളിപ്പോൾ സൗദി എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. രാവിലെ ആ ഒരു ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് അവർ നല്ല ഉറക്കമാണ്. നമ്മളിപ്പോൾ ബാക്ക് സീറ്റിൽ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ സീറ്റിന് താഴെയൊക്കെ വെച്ചിട്ട് ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൗദിയിൽ എൻ്റർ ആയിട്ട് ഫസ്റ്റ് കാണുന്ന റൗണ്ട് അബൌട്ടാണിത്. ഇതിൽ എല്ലാ GCC കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ ആണ് നമ്മൾ UAE ഒമാനിലേക്കൊക്കെ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ ലെഫ്റ്റാണ് എടുത്തിട്ടുള്ളത്. റൈറ്റ് പോകുമ്പോൾ സൗദിയുടെ മറ്റു ഭാഗങ്ങളോ അതുപോലെ തന്നെ കുവൈറ്റ്, ബഹ്റിൻ അങ്ങനെയൊക്കെയാണ് റൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ റൗണ്ട് അബൌട്ട് തിരിഞ്ഞ് ഒരു 100 കിലോമീറ്റർ എത്തുന്നതിന് മുൻപ്, അതായത് UAE ബോർഡർ എത്തുന്നതിന് 20 കിലോമീറ്റർ മുൻപാണ് റൂബൽ ഖലി റോഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റൂബൽ ഖലി ഡെസേർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഷെയ്ബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷെയ്ബ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് റൂബൽ ഖലി ഡെസേർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും തന്നെ സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി. അപ്പോൾ UAE ബോർഡർ എത്തുന്നതിന് ഒരു 25 കിലോമീറ്റർ മുൻപായിട്ടാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിയേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമൽ ക്രോസിംഗ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമൽ ക്രോസിംഗ് ഏരിയാസിൽ എപ്പോഴും തന്നെ പോലീസ് ഉണ്ടാവും. പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ക്യാമലിനെ ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ ഇത് വൈൽഡ് ക്യാമൽ പോലെ തോന്നുന്നത്, മീൻസ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ കളറ് വേറെയാണല്ലോ. ഇതിങ്ങനെ കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ക്യാമൽസാണ് നമ്മൾ കൂടുതലും കണ്ടത് ഇവിടെ. അത് ക്യാമൽ ക്രോസ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു 530 കിലോമീറ്റർ നമുക്ക് രണ്ട് സൈഡും ഡെസേർട്ടാണ് കേട്ടോ. വേറെ ഒന്നും കാണാനില്ല, ഫുൾ ഡെസേർട്ടാണ്. നമുക്കിനി ഉള്ളതും 2 ലൈൻ റോഡാണ്. അപ്പോൾ രണ്ട് സൈഡും നല്ല എന്താ പറയുക അടിപൊളി മരുഭൂമിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഖത്തറിലൊക്കെ നമ്മൾ കാണുന്നത് വെള്ള കളറിലുള്ള മരുഭൂമിയാണ്. പക്ഷേ ഇത് നല്ല ചുവന്ന മണ്ണായിട്ട് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മരുഭൂമിയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി കണ്ടീഷനാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വെള്ളവും ഫുഡൊക്കെ ആയിട്ട് വേണം നമ്മൾ വരാനായിട്ട്. കാരണം ഇൻ ബിറ്റ്വീൻ നമുക്ക് വേറെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു 300 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി പെട്രോൾ ഫില്ല് ചെയ്തു, പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് അവിടെ നമസ്കരിക്കാൻ റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സംഭവമൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. അവിടെ നിന്ന് നമ്മൾ ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബർഗർ മേടിച്ച് വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഞാൻ ഇടയ്ക്ക് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു, പഴം പുഴുങ്ങി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇൻസ്റ്റൻറ്റ് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്ലാസ്കിൽ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആ ദിവസം മൊത്തം നമുക്ക് എന്തായാലും ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇൻസ്റ്റയിൽ 1-2 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞായിട്ട് എങ്ങനെ ഇത്ര ലോങ് പോയപ്പോൾ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചത് ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് കേട്ടോ. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. നമുക്ക് ഇത്രയും നേരം മരുഭൂമി കണ്ടിട്ട് നമുക്കങ്ങനെ ബോറടിച്ചൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് സൗദിയുടെ ഓയിൽ ഫീൽഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് വണ്ടിയിലിരുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സൈഡ് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും സൗദി ഒമാൻ ബോർഡർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗദി എക്സിറ്റ് ആകുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ പ്രിൻ്റ് അവർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒമാൻ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എമിഗ്രേഷന് മുൻപ് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് ആദ്യം എടുക്കണം. 150 ഖത്തർ റിയാൽ എന്തോ ആണ് നമുക്ക് ഇൻഷുറൻസിന് ആവുന്നത് കേട്ടോ. പിന്നെ അവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആയിട്ട് പിന്നെ എമിഗ്രേഷനിൽ പോയിട്ട് നമുക്ക് വിസ ഫ്രീ വിസയാണ്. അപ്പോൾ 15 ദിവസത്തേക്ക് നമുക്ക് വിസ ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സലാലയ്ക്ക് 1200 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓടിയെത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഹൈമ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പിന്നെ നമ്മൾ സലാലയ്ക്ക് തിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഹൈമയിൽ. നമ്മൾ രാത്രി ലേറ്റായി 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ കിച്ചൺ ഉണ്ടായിരുന്നു. അപ്പോൾ മോനുള്ള കഞ്ഞിയൊക്കെ നമ്മൾ നമ്മൾ കഞ്ഞി ബോട്ടിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഫുഡൊക്കെ കൊടുത്തത്. പിന്നെ അവിടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഹൈമയിൽ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ തിരിക്കുകയാണ് കേട്ടോ സലാലയ്ക്ക്. അപ്പോൾ പോകുന്ന വഴിക്കും ഇതുപോലെ തന്നെ മരുഭൂമി തന്നെയാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ സലാല എത്താറായി. അപ്പോൾ മുതൽ അതിൻ്റെ ലാൻഡിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ടോപ്പോഗ്രഫി ഫുള്ള് അങ്ങ് ചേഞ്ച് ആവാൻ തുടങ്ങി കേട്ടോ. ഫുള്ള് കോടയും കാര്യങ്ങളും ഒക്കെ. ഇതൊരു ചെക്ക് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ പോലീസ് നിന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു, കോടയുണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഫുള്ളിങ്ങനെ കാർമേഘങ്ങളൊക്കെ വന്നിട്ട് മണ്ണിൻ്റെ ഒരു ടോപ്പോഗ്രഫി തന്നെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്.
അപ്പോൾ 45 ഡിഗ്രിയൊക്കെ ചൂടിൽ നിന്ന് പെട്ടെന്ന് ടെമ്പറേച്ചർ താന്നിട്ട് 32, 30 അങ്ങനെയൊക്കെ ആവുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കും നല്ലൊരു രസമായിട്ട് തോന്നി. പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്തു. ഫുള്ളിങ്ങനെ ചുരം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ മല വെട്ടി ഇങ്ങനെ റോഡാക്കിയേക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് രസമാണ്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മല കയറി ഇറങ്ങുന്നതാണ് കേട്ടോ സലാലയ്ക്ക്. അപ്പം ലോറികളൊക്കെ ഇങ്ങനെ പതിയെയാണ് പോകുന്നത് കേട്ടോ, ലോഡൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ സലാല എൻ്റർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. നോർമലി നമ്മൾ GCCയിലൊക്കെ 2 സൈഡിൽ പനകളൊക്കെയാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ തെങ്ങാണ് കേട്ടോ 2 സൈഡിലൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹോട്ടലിൽ വന്നിട്ട് റൂം ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് എന്താ പറയുക ചെക്ക് ഇൻ ചെയ്തു. ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റാണ് നമ്മളെടുത്തത്. അങ്ങനെ 2 റൂംസാണ് നമ്മളെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 4 ഫാമിലീസിൻ്റെ. അപ്പോൾ നമ്മൾ 2 2 BHK അപ്പാർട്ട്മെൻറ്റ്സ് ആണ് എടുത്തത്. നമുക്ക് കിച്ചണുള്ള റൂം വേണം, കാരണം കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മോനുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ട്. അത് മോക്ക് 1.5 വയസ്സാണ്. അപ്പോൾ നമുക്ക് 2 പേർക്കും കുട്ടികൾക്ക് ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് കിച്ചണൊക്കെ വേണം. ബാക്കി കുട്ടികൾക്കൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ കുഞ്ഞു ആവകൾക്ക് എന്തായാലും നമുക്ക് കുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ റൂംസാണ് എടുത്തത് കേട്ടോ. വിത്ത് കിച്ചണുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ് നമ്മൾ കൂടുതലും ഈ ഒരു ട്രിപ്പിൽ എടുത്തിട്ടുള്ളത്. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സെൻട്രൽ സലാല എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. പ്രോപ്പർ സലാല തന്നെയാണ്. നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ ഈസിലി നമുക്ക് കൺവീനിയൻ്റ് ആയിരുന്നു ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചണാണ് കേട്ടോ. ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ബിരിയാണി പോട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, സോസ് പാനുകളും ബിരിയാണി പോട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം ചെയ്യാനായിട്ട് ഉള്ള നല്ലൊരു കിച്ചൺ, നൈഫും കട്ടിംഗ് ബോർഡും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പണാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു റൂം ടൂർ പോലെ ജസ്റ്റ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു കിച്ചൺ വിത്ത് ഫ്രിഡ്ജ്, ഓവൻ, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 3 ദിവസത്തേക്ക് ഈ ഒരു റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബെഡ്റൂം. ഇത് നമുക്ക് കോട്ട് അടുപ്പിച്ചിടാം കേട്ടോ. ഇതാണ് അടുത്ത റൂം. ഇതിൽ ചെറിയ ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഡോർ ഓപ്പൺ ആക്കിയൊന്നുമില്ല, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ ഡോറൊന്നും അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സർവീസൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അന്ന് നമ്മൾ പ്രത്യേകിച്ച് കറങ്ങാൻ സൈറ്റ് സീയിങ്ങിനൊന്നും നമ്മളന്ന് പോയിട്ടില്ല, കാരണം നമ്മൾ 2 ദിവസമായിട്ട് ഡ്രൈവ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു തുർക്കിഷ് റെസ്റ്റോറൻ്റാണ്, നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴി കണ്ടിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ള, ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നമുക്ക് തുർക്കിഷ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്, ചൈനീസും എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ തുർക്കിഷിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്ലേറ്റ് ഷവർമയും അതുപോലെ തന്നെ ബാർബിക്യൂ, ഷിഷ് താവുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മേടിക്കൽ. അപ്പോൾ അത് തന്നെ മേടിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാസ്തയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനിപ്പം എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റ്നറിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സലാലയ്ക്ക് തന്നെ ഈസ്റ്റ് സൈഡ്, വെസ്റ്റ് സൈഡ്, അങ്ങനെ ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിസിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ സലാലയുടെ ഈസ്റ്റ് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വാദി ദർബാത്ത് ഉള്ളത്. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് പോലെ ആ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫുള്ളിങ്ങനെ കാർമേഘമായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂടും ഇല്ല വെയിലും ഇല്ലാത്തൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങളത് ഐറ്റ്നറി ചെക്ക് ചെയ്യുമ്പം സെർച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആളുകൾ റോഡ് സൈഡിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് ഗ്രാവിറ്റി ഹില്ലും പിന്നെ ജബൽ സംഹാൻ ഒക്കെ ഉള്ളത്. ജബൽ സംഹാൻ എന്ന് വെച്ചാൽ എബോവ് ദ ക്ലൗഡ്സ്, നമ്മൾ ക്ലൗഡ്സിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മൾക്ക് താഴെ മേഘങ്ങൾ കാണാം, നമ്മളതിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ ഖരീഫ് സീസൺ തുടങ്ങുമ്പോഴാണ് സലാല മെയിൻ ടൂറിസ്റ്റ് വരുന്ന ആ ഒരു സീസൺ എന്ന് പറയുന്നത് ഖരീഫ് സീസണാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ. അതൊരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുൻപ് ഇതിൻ്റെ ഹോളിഡേയ്സിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്നാണ് കേട്ടോ ഒമാനിൽ പെരുന്നാൾ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ സൂക്കുണ്ട്, അപ്പോൾ അവിടെ വന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ സൂക്ക് വക്കഫ് പോലത്തെ സൂക്കൊന്നുമല്ല, ചെറിയൊരു സൂക്ക്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞിന് തൊപ്പിയൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അത്തറ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ കുറച്ച് സൊവനീഴ്സ് മേടിച്ചു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സൂക്കിൽ വന്നിട്ടൊരു 1-2 മണിക്കൂർ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. സൊവനീഴ്സൊക്കെ നല്ലതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 മേടിച്ചു. പിറ്റേന്ന് നമ്മൾ പള്ളിയിൽ 7 മണിക്കായിരുന്നു നമസ്കാരം. അപ്പം ഇത് സുൽത്താൻ കാബൂസ് മോസ്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അല്ല നമസ്കരിച്ചത്, നമ്മളൊരു മലയാളികളിലൊക്കെ കൂടുന്നൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ നിസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലെ നിസ്കാരമൊക്കെ പോലെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ പള്ളിയിൽ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സുൽത്താൻ കാബൂസ് മോസ്കിൽ വന്നിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പാസ് ചെയ്ത് പോകുന്ന ഈ വഴി അൽഹാഫ ഏരിയ ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട് പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. തെങ്ങും വാഴയും അതുപോലെ തന്നെ കപ്പളങ്ങയും അങ്ങനെയൊക്കെ ഇങ്ങനെ ഫുൾ ഈവൻ മതിലുകൾ പോലും നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മുടെ നാട് തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് പെരുന്നാളിൻ്റെ നമ്മൾ അറുത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇവർ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ അറുത്ത് കൊടുക്കുന്നത്, ആടും പോത്തൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പം നമ്മളിങ്ങനത്തെ ഒരു സംഭവമൊന്നും കാണലില്ല. അങ്ങനെ റോഡ് സൈഡിലൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇത് തനി റോഡിലൊക്കെ ഇട്ടിട്ട് ആണ് അവർ അറക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം നമ്മൾ 1-2 സ്ഥലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സലാലയുടെ വെസ്റ്റ് സൈഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മുഗസിൽ ബീച്ചാണ്, നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. എന്താ പറയുക, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഒത്തിരി ആളുകൾ വരുന്നൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബ്ലോ ഹോളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം ഇങ്ങനെ അടിച്ച് കയറി വരുമ്പോൾ അതിങ്ങനെ ബ്ലോ ചെയ്യും. അപ്പോൾ നല്ല രസമാണ് അവിടെ നിൽക്കാൻ, ഭയങ്കര സൗണ്ടൊക്കെയാണ് കേട്ടോ. നല്ല തിരക്കുമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ്, ഒരു ബീച്ചാണ് കേട്ടോ മുഗസിൽ ബീച്ച്. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരമാണ് മുഗസിൽ ബീച്ച് കാണാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ആ റൂട്ട് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ആ വഴിയൊക്കെ. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവിടെ 1-2 വ്യൂ പോയിൻറ്റുകളുണ്ട്, ഷാഡ് വ്യൂ പോയിൻ്റ്, അങ്ങനെ 1-2 സംഭവങ്ങളും കൂടി കാണാനുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ മുഗസിൽ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ പോയത്. മുഗസിൽ ബീച്ച് പോകുന്ന ആ ഒരു വഴി തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ആ വ്യൂ പോയിൻറ്റുകളും അതുപോലെ തന്നെ അവിടെ വേറൊരു ബീച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് പോകാനായിട്ട് പറ്റിയില്ല, കാരണം നമ്മൾ ആഫ്റ്റർനൂൺ ഇറങ്ങിയ കാരണം നമുക്ക് അത്ര ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ അവിടെ നല്ല കോടയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ കാരണം നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, മലകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അവിടുത്തെ ആ ഒരു സീനറീസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഖരീഫ് സീസണിൽ വാദീസാണ്. വാദി എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടവും അരുവികളൊക്കെ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നമുക്കത് മിസ്സായി, നമ്മൾ ആ ഒരു സീസണിലല്ലല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഷാഡ് വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല രസമുള്ളൊരു സ്ഥലം. പിന്നെ ഇത് വന്നിട്ടൊരു ബീച്ചാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം. ഇത് വരുന്ന വഴിയൊക്കെ നമുക്ക് കുറച്ച് പേടിയാവും, പക്ഷേ അടിപൊളി ബീച്ചാണ് കേട്ടോ. നല്ല സ്റ്റോൺസൊക്കെ ഉള്ള നല്ലൊരു ബീച്ചാണ്.
അപ്പോൾ ഫസിയ ബീച്ച് എന്നാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ പേര്. ഇത് നമ്മൾ ഓഫ് റോഡ് പോലെയുള്ള ഒരു റോഡാണ്. ഇത് താഴേക്ക് കുറച്ച് ഇറങ്ങി വരണം. എന്താ പറയുക, ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ബീച്ച് എന്ന് വേണേൽ പറയാം. അപ്പോൾ കുട്ടികൾ കുറേ നേരം അതിൽ കളിച്ചു. പിന്നെ ഇവിടെ നല്ല പെബിൾസ് കിട്ടും. അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ടുലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെയും കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവരുടെ കിച്ചൺ. വലിയ കിച്ചണൊക്കെയാണ് കേട്ടോ. മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതും ഒരു അപ്പാർട്ട്മെൻറ്റ് റൂം തന്നെയാണ്. എന്താ പറയുക, ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റൊക്കെ വെക്കാനായിട്ട് ഇടാനായിട്ട് വേറൊരു സെപ്പറേറ്റ് സംഭവമുണ്ട്. പിന്നെ ഒരു മെയിൻ ഹോളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓഫീസ് റൂം പോലെ ഒരു ചെറിയ റൂമുണ്ട്. അപ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു ഓഫീസ് റൂം. ഇത് ഞങ്ങൾ യൂസ് ചെയ്തൊന്നുമില്ല. കുട്ടികൾക്ക് കിടക്കാനൊക്കെ ആയിട്ട് ഞങ്ങളത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഈ റൂമൊന്നും അധികം യൂസ് ചെയ്തില്ല. പിന്നെ ഒരു വലിയ ഹോള്, ഡൈനിങ് റൂമൊക്കെ, ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, സോഫ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം അപ്പുറം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 BHK ആണ് എല്ലാ പ്രാവശ്യവും എടുത്തത്. എന്താ പറയുക, നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ, നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ട്. ടുലിപ്പ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഇതിന് വന്നിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ നാളെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഒന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ രാത്രി പിന്നെ അയനുട്ടിയുടെ ബർത്ത്ഡേ ആണ് പിറ്റേന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലുലുവിൽ വന്നേക്കാണ് കേട്ടോ. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ലുലു. നോർമലി ലുലു ഇങ്ങനെ നമ്മൾ കാണാറില്ല. അത് വലിയ തിരക്കും ബഹളങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ കാമായിട്ട് ഇങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ മോളുടെ കേക്ക് അങ്ങനെ നമുക്കിപ്പോൾ തീമിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പം പുറത്ത് വന്നേക്കല്ലേ. അപ്പോൾ ജസ്റ്റ് അവിടെ ഉള്ളതിൽ ഏതെങ്കിലും നല്ലൊരു കേക്ക് മേടിച്ചിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം ഒരുപാട് കേക്ക് ഇവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് മറ്റേ ഐറിഷ് കോഫിയുടെ ഈ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമ്മൾ നമ്മളുടെ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ പേരൊക്കെ എഴുതാനായിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കേക്ക് മാത്രം മേടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേക്ക് മേടിച്ചിട്ട് പിന്നെ തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകണം. അപ്പോൾ അതാ മോളുടെ പേരൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഐനൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് മുൻപ് അവളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലുലുവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിനവർ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് ഹോട്ടലിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അയനൂട്ടിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പുറത്ത് പോയിട്ട്. എന്നിട്ട് ഇപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും മറ്റേ പോർട്രേറ്റിലാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബലൂൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബലൂൺസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അതാ ഉള്ളിൽ വന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെന്താ അങ്ങനെ മോക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ഗോൾഡ് ചെയിനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സലാലയുടെ ഇൻ ആൻഡ് അറൗണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി. ഇവിടെ ചെയർമാൻ പെരുമാൾ, അതുപോലെ തന്നെ അയ്യൂബ് നബിയുടെ ടോംബ്, ഇമ്രാൻ നബിയുടെ ടോംബ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഹാഫ് ഏരിയയിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് അവർ വേലിയൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ള് അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇതിന് മുൻപ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ചക്കപ്പഴമൊക്കെ നമ്മൾ നല്ല കൂഴച്ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഡേ ടൈമിൽ, അന്ന് നമ്മൾ നൈറ്റാണ് വന്നത് കേട്ടോ.
ഇപ്പോൾ വന്നിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പഴമൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള ബെഡൊക്കെ സെറ്റ് ചെയ്യുകയാണ് കാറിൽ. നമ്മളിപ്പോൾ ഇന്ന് തിരിച്ച് പോവുകയാണ് ഖത്തറിന്. അപ്പോൾ എന്താ നമ്മൾ ലഗേജ് ഇങ്ങനെ സീറ്റിൻ്റെ താഴെ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് പില്ലോ ഒക്കെ വെച്ച് അങ്ങനെ കുട്ടികൾക്ക് ബെഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കേട്ടോ. അവർ ഫ്രണ്ടിലേക്കൊന്നും വന്നില്ല. അവർ ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കളർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ നിസ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. കാരണം നമുക്ക് ഫുൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിസ്വ ഫോർട്ടിൽ നമ്മൾ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺ ദ വേ എടുത്തതാണ്, പക്ഷേ എടുത്തത് നല്ലൊരു റൂമായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക ഒരു ട്രഡീഷണൽ ഒമാനി വീട് പോലെ അങ്ങനെ നല്ലൊരു രസമുള്ളൊരു വീട്. നമ്മൾ അങ്ങനെ അറിഞ്ഞെടുത്തതല്ല, നമ്മൾ ആക്സിഡൻ്റലി എടുത്തതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ നല്ലൊരു റൂം കിട്ടി. എന്താ പറയുക ഫുള്ളൊരു ട്രഡീഷണൽ ടച്ചാണ് ഇവിടെയുള്ള എല്ലാ ഐറ്റംസും. അതുപോലെ തന്നെ മച്ചും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് കയറി വരുന്നതൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ നല്ലൊരു റൂമാണ്, നല്ല അടിപൊളി റൂം. പിന്നെ ഇവിടെ നമ്മളന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അവിടെ കറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മളിപ്പോൾ അത് തിരിച്ച് ഇപ്പോൾ സൗദി ബോർഡറാണ് കേട്ടോ. സൗദി ബോർഡറിലെത്തി. അവിടെ പക്ഷേ കസ്റ്റംസിൽ ആകെ മൊത്തം എന്തോ പ്രശ്നമായിരുന്നു. നമ്മുടെ എല്ലാ ഐറ്റംസും വണ്ടിയിൽ നിന്ന് എടുത്ത് പുറത്ത് ഇട്ട് ഫുള്ള് വണ്ടി സ്കാൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേഡീസിന് വേറൊരു ഏരിയയിൽ അവരിരുത്തിയിട്ട് അവരവിടെ എന്തോ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാത്രമല്ല എല്ലാവരെയും അങ്ങനെ തന്നെയാണ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. തിരിച്ച് വരുന്ന വഴിയൊക്കെ കൂടുതലും ഞാൻ ഒക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഒരു 8 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഖത്തറിൽ എത്താണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.